ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ പുറത്തായ ആളുകളെല്ലാം തിരിച്ചു വരുന്ന ആ ഒരു വീക്കിന് തുടക്കമാവുകയാണ്. ഇപ്പോൾ നാളെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗാണ്. വെള്ളിയാഴ്ച ലാലേട്ടൻ ചെന്നൈയിലെത്തി ഈ പറയുന്ന ഒരു എവിക്ഷനൊക്കെ നടത്തി വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് നടക്കുന്ന പരിപാടിയാണ്. അതിനുശേഷമുള്ള ഒരു എവിക്ഷൻ മൊത്തം ഇപ്പോൾ 8 പേരുണ്ട്. അപ്പോൾ ഒരാളെ ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച നാളത്തെ ഷൂട്ടിങ്ങിൽ ലാലേട്ടൻ പുറത്താക്കും. അതിനുശേഷം പിന്നൊരാളെ മിഡ് വീക്കായിട്ട് അടുത്ത ആഴ്ച ഈ മുൻ മത്സരാർത്ഥികളെല്ലാം വന്നു പോകുന്ന ടൈമിൽ ഒരാളെ കൂടി പുറത്താക്കും. അങ്ങനെ 6 പേരുമായിട്ടായിരിക്കും ഇത്തവണ ഗ്രാൻഡ് ഫിനാലിലേക്ക് നമ്മുടെ ടീം അംഗങ്ങൾ പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മുൻ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ബിഗ് ബോസ് തിരിച്ചെത്താനുള്ള സന്ദേശം അയച്ചു കഴിഞ്ഞു. പല ആൾക്കാരും 3 ദിവസം വരെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, 2 ദിവസം നിൽക്കുന്ന ആൾക്കാരുണ്ട്, 1 ദിവസം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ആൾക്കാരെയും ബിഗ് ബോസ് ഇതുവരെ മത്സരിച്ച എല്ലാ ആൾക്കാരെയും അറിയിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന ഞായറാഴ്ച മുതൽ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറും എന്നാണ് അറിയുന്നത്. ഇതിൽ ആദ്യം എത്തുന്നത് ജിസയിലാണെന്നാണ് അറിയുന്നത്. ജിസയിൽ ഏകദേശം 3 ദിവസത്തോളം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാവും. കാര്യം പുറത്തായവർ തന്നെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുത്തതും അതേപോലെ തന്നെ ഇവിടെ നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുമായിരുന്നു നമ്മുടെ ജിസയിൽ. അപ്പോൾ ജിസയിൽ കൂടുതൽ സമയം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കും എന്ന് അറിയുന്നത്. ഏകദേശം 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് ജിസയിൽ നിൽക്കും. ഇവർ ബുധനാഴ്ചയായിരിക്കും അല്ലെങ്കിൽ വ്യാഴാഴ്ചയായിരിക്കും ഇവർ തിരിച്ചെല്ലാവരും പോവുക. അപ്പോൾ വ്യാഴാഴ്ച പോയതിന് ശേഷം പിന്നെ ഗ്രാൻഡ് ഫിനാലിലേക്ക് നമ്മൾ നേരിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഉള്ള ടൈമിൽ ഈ സീസണിൽ സംഭവിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, സങ്കടങ്ങൾ, ഇമോഷൻസ് എല്ലാം അവർ ഒരുമിച്ച് നിന്ന് കാണും. ഒരുമിച്ച് പല ആക്ടിവിറ്റീസ് ചെയ്യും. ആദ്യം വന്നവൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത ആഴ്ച എന്തായാലും പുറത്തായ മത്സരാർത്ഥികൾ എത്തും. ഇതിൽ ആദ്യം എത്തുന്നത് ജിസയിലാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് ലൈവായിട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഈ മല്ലു സ്പീക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.